എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കുറച്ച് അച്ചാറിട്ടാൽ എനിക്ക് നഷ്ടമാവില്ലേ, കുറച്ച് കൂടുതൽ അച്ചാറിടണ്ടേ. ഞാൻ നാരങ്ങ അച്ചാർ, മറ്റേ മാങ്ങ അച്ചാർ, ഏത്തപ്പഴ അച്ചാർ, നാരങ്ങ ഉപ്പിലിട്ടത്, ഇതെല്ലാം ഞാൻ ഒരുപാട് ഇട്ടിട്ട് 5 കിലോനും 6 കിലോനെല്ലാം ഇട്ടിട്ടാണ് ഞാൻ വെക്കൽ. ആവശ്യക്കാരുണ്ടാവലുണ്ട്. പക്ഷേ ബീഫിൻ്റെ അച്ചാർ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ വേണം, കൂടുതൽ ഓർഡർ കിട്ടിയാലേ അത് ഉണ്ടാക്കുമെന്നും പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഓർഡർ പോവും. അപ്പം നമ്മൾ ഫസ്റ്റ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നഷ്ടമോ ലാഭമോ നോക്കിയാൽ എവിടെ എത്തൂല. 1 കിലോ ബീഫ് വാങ്ങിയിട്ട് 1 കിലോ അച്ചാർ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നഷ്ടം തന്നെയാണ്. എല്ലില്ലാത്ത ബീഫിന് 400 ഉറുപ്പ്യുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം അവിടെ നഷ്ടമോ ലാഭമോ നോക്കുക നിൽക്കരുത്. കാരണം നമ്മളെവിടെ എത്തൂല. ഫസ്റ്റ് നമുക്ക് കുറച്ച് നഷ്ടമെല്ലാം ഉണ്ടാവും. നമ്മളിത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഗൾഫിലേക്കുള്ളൊരു ഓർഡർ ചെയ്യുന്നു. അപ്പോൾ ആൾക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെയും നമുക്ക് ഓർഡർ ഉണ്ടാവുമല്ലോ. അത് കുറച്ചേ ഉള്ളൂ, ഞാനത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഒരു ഓർഡർ കിട്ടൂലല്ലോ. ബാക്കിയുള്ള അച്ചാർ പോലെയല്ല, ബീഫ് അച്ചാറിലൊന്ന് ക്ലിക്കാവുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് ഓർഡർ വരണം, എന്നാലേ ഞാൻ അച്ചാറിട്ട് കൊടുക്കൂ എന്നുള്ള ഒരു ചിന്താഗതിയെല്ലാം മാറ്റിയിട്ട് എൻ്റെ എല്ലാ ബിസിനസ്സിലും എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കി കൊടുത്തതിലും അച്ചാറിലും. ഒരു ദിവസം നമുക്ക് വരാനുണ്ട്, നല്ലൊരു ദിവസം. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ബീഫ് അച്ചാറിനും ഗൾഫിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.